നമുക്ക് പൊറോട്ട എടുത്താലോ? ഓക്കെ കറിവേപ്പിലയും കൂടെ വെറുതെ ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് മോളെ കൂടെ നമ്മൾ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. എന്നാലും കൊതി വരുന്നുണ്ടാ? പൊറോട്ട എടുക്കാം കേട്ടോ. കൊച്ചിന് പൊറോട്ട, നമ്മുടെ പൊറോട്ട. വെയിറ്റ് നമ്മുടെ ബീഫ് കറി ഗൈസ്. രണ്ടെണ്ണം വയ്ക്കട്ടെ? രണ്ടെണ്ണം മതി. കഷ്ണമൊക്കെ എടുത്തിട്ട് കഷ്ണം ഗ്രേവി മതി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സപ്പോർട്ട്. ഓക്കെ, താങ്ക് യു. ഹായ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ അപ്പു നാടൻ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് അടുക്കളയ്ക്ക് പോകാം കേട്ടോ. അന്നത്തെ സ്പെഷ്യൽ കാണിച്ചു തരാം. എന്താണ് പരിപാടി ഇന്ന് സ്പെഷ്യലുണ്ട്. ബീഫാണ് സ്പെഷ്യല്. ഇതാ ബീഫാണ് സ്പെഷ്യൽ. നമുക്ക് ബീഫ് അങ്ങോട്ട് കഴുകിയെടുക്കാം കേട്ടോ. ഞായറാഴ്ചയൊക്കെ അല്ലേ, എല്ലാവരും എന്താ സ്പെഷ്യല്? ഞങ്ങൾ ഇന്ന് കുറച്ച് ബീഫ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കഴുകിയെടുക്കാം. ചെറിയ പീസാക്കി വാങ്ങിയതാണ്. ചെറിയ പീസാക്കിയിട്ട് കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പോൾ ബീഫാണെങ്കിൽ കുറേ പ്രാവശ്യം കഴുകണ്ടേ. കഴുകിയത് അപ്പൂന് ബീഫ് ഇഷ്ടമല്ല. പിന്നല്ല, അപ്പൂന് ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല. ഞാനിതൊക്കെ വെച്ച് കൊടുക്കും. ബീഫ് ഇഷ്ടമുള്ളവർ കഴിച്ചോട്ടെ. അമ്മൂന് ഇഷ്ടമല്ല കേട്ടോ ബീഫ്. ഇവിടെ കുറച്ച് പേര് ബീഫ് വിരോധികളാണ്, കുറച്ച് പേര് വിരോധികളും. എന്നാലും കഴിക്കണവർക്ക് നമ്മൾ വെച്ച് കൊടുക്കണമല്ലോ. റെഡ് കളർ നോക്കാം. നല്ല റെഡ് കളർ ബീഫ്, നല്ല അടിപൊളി ബീഫാണ്. കുറച്ചായിട്ടും കഴുകേണ്ടി വരില്ലേ? കുറച്ച് നേരമല്ല, കുറേ പ്രാവശ്യം കഴുകണം. എന്നാലത് വൃത്തിയായി വരുള്ളൂ. ഇന്ന് ബീഫും പൊറോട്ടയും കൂടി കഴിക്കാമെന്ന് വെച്ചു കേട്ടോ. ബീഫിൻ്റെ കൂടെ പൊറോട്ട അല്ലാതെ എന്താ കഴിക്കാല്ലേ കോമ്പിനേഷൻ. ഇതൊരു 5-6 വട്ടം ഞാൻ കഴുകിയിട്ട് വരാം കേട്ടോ. അപ്പോഴേക്കും ഞാനിത് കറി വയ്ക്കുമ്പോഴേക്കും അപ്പ് പോയിട്ട് പൊറോട്ട വാങ്ങിയിട്ട് വരുമോ? ഓക്കെ. എല്ലാവർക്കും അമ്മ പൊറോട്ട കഴിക്കും, ബീഫ് കഴിക്കില്ല. അപ്പോൾ അമ്മൂന് എത്ര എണ്ണം വേണം ചോദിച്ചിട്ട് വാങ്ങിക്കും കേട്ടോ. ഓക്കെ. എനിക്ക് അച്ഛനും വേണ്ട, നമുക്ക് രണ്ടാൾക്കും മതി കേട്ടോ. ഇനി കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, നമ്മുടെ മസാലക്കൂട്ടുകളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം. ചട്ടി ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ മുളക് പൊടി ഒരു 3.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. 4.5 സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ കുരുമുളക്, പട്ട, പെരിഞ്ചീരകം അങ്ങനെയുള്ള സാധനങ്ങളും കൂടി കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം. ചൂടാക്കിയ മുളക് പൊടി, മല്ലിപ്പൊടി ഇതിലിട്ട് കൊടുക്കാം. ഇത് 1 കിലോ ബീഫാണ് കേട്ടോ. കല്ലുപ്പിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കിത് നന്നായിട്ട് തിരുമ്മി എടുക്കാം കേട്ടോ. കയ്യും കൊണ്ട് തന്നെ തിരുമ്മി സെറ്റാക്കണം കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. കുരുമുളക് പൊടി പൊടിച്ചിട്ട് വരണം, ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കുരുമുളക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കാം.
ഈ അരവൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടിയിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടോ. എന്നിട്ട് ഒരുപാട് വെള്ളം ഒഴിക്കൊന്നും വേണ്ട. ഇതൊന്ന് വേവിച്ചെടുക്കും. ഇപ്പം നമ്മളെ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ബീഫ് ഒരു 5 വിസിലെടുത്തിട്ടെടുക്കുക. 5 6 വിസിലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതാ നമ്മുടെ സവോള, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഒന്ന് നേരാക്കി കൊണ്ടുവരാം. ലപ്പൂസേ? ഓക്കെ. നമ്മൾ സവോളയൊക്കെ ഒന്ന് നേരാക്കി എടുക്കുക കേട്ടോ. പണ്ടത്തെ കാലത്തൊക്കെ അപ്പൂസേ, പണ്ട് പറയാം ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തേ വീട്ടിലൊന്നും ബീഫ് വാങ്ങിക്കില്ല. അതെന്താ? അന്നൊക്കെ ഹിന്ദു കുടുംബങ്ങളിൽ ബീഫ് വാങ്ങില്ല. അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പോഴും ഉണ്ട് കേട്ടോ. നമ്മുടെ അമ്മമ്മയൊന്നും ഇപ്പോഴും കഴിക്കില്ലല്ലോ ബീഫ്. അമ്മമ്മ, അതേപോലെ പഴയ അമ്മമാര്, അമ്മായിമാര് അവരൊന്നും ഇപ്പോഴും ബീഫ് കഴിക്കില്ല. കഴിക്കണവരുണ്ട് കേട്ടോ. ഇന്നൊരു രസം ഉണ്ടായി. ഞാൻ കാഞ്ഞിരത്ത് ബീഫ് കടയിൽ നിൽക്കുമ്പോഴേ ഒരു അമ്മച്ചി എന്നോട് ചോദിച്ചേ, എന്താ മോളെ പള്ളിയിൽ പോയില്ലേ കേട്ടോ. ബീഫ് വാങ്ങിയതുകൊണ്ടായിരിക്കും പള്ളി. അത് ഒന്നാമത് ഞായറാഴ്ച ദിവസം കൂടിയല്ലേ? ഇപ്പോൾ ഞായറാഴ്ച ദിവസമല്ലേ. അപ്പോൾ എനിക്ക് ലാബിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ലാബിലും പോയപ്പോൾ എന്തായാലും ബീഫും വാങ്ങിയിട്ട് വരാം. നീ ഇപ്പോൾ കുറേ ദിവസമായില്ലേ പറയണു. അതെ. അപ്പം ഞാൻ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇന്നപ്പോൾ ഒരു അമ്മച്ചി ഒരു അപ്പച്ചനും ഉണ്ട്. വന്നിട്ട് അവർ പള്ളിക്ക് പോകാൻ വന്നതാ തോന്നുന്നു. അത് പോയിട്ട് വരികയാണെന്നറിയില്ല. മോളെ പള്ളിയിൽ പോയില്ലേ ചോദിച്ചു. അപ്പം എന്താ എന്നെ കണ്ട ക്രിസ്ത്യാനി ലുക്കാ? കുറേ പേര് എൻ്റെ അടുത്ത് മെസ്സേജ് ചോദിക്കുന്നുണ്ട് കേട്ടോ, ക്രിസ്ത്യൻസ് ആണോ എന്ന്. അപ്പം ഞങ്ങൾ ക്രിസ്ത്യൻസ് അല്ല, ഹിന്ദുസാണ്. ഹിന്ദുസും ഇനി ക്ലിയർ ആക്കി തരാം. SNDP ആണ്. SNDP എന്ന് പറഞ്ഞാൽ അറിയാലോ. അപ്പോൾ അങ്ങനെ ചോദിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ആർക്കെങ്കിലും ആ അമ്മച്ചി എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട് തോന്നുന്നു. അതാണ് എന്നോട് അങ്ങനെ ചോദിച്ചത്. സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം ഫാനൊക്കെ ആയിട്ടുണ്ട്. ഫാനല്ല, ഫാൻസ് അല്ലേ? യെസ്, ഫാനൊക്കെ ഔട്ട്. അമ്മച്ചിമാരൊക്കെ ആണ് കേട്ടോ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. ആയിക്കോട്ടെ, അമ്മച്ചിമാരല്ലേ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കാണുള്ളൂ അല്ലേ? അതെ, ശരിയൊക്കെ ഫുള്ള് ഇൻസ്റ്റാഗ്രാം. എന്താണ് എല്ലാവരും അല്ല. നമുക്ക് ഈ വെളുത്തുള്ളി സവോള 2 കൂടി എടുക്കണോ അമ്മൂസേ? 2 സവോള എടുത്തിട്ട് വേടാ. കുറച്ച് തിക്ക് ഗ്രേവി ആക്കിയിട്ട് നമുക്ക് വെക്കാം. അപ്പോഴല്ലേ നമുക്ക് പൊറോട്ട കഴിക്കാനൊക്കെ. പിന്നെ ചോറ് കഴിക്കാൻ ഇത് പറ്റില്ല കേട്ടോ. നമ്മൾ ചോറൊന്നും കഴിക്കാറില്ല മക്കളിത് കൂട്ടിയിട്ട്. നമ്മൾ പിന്നെ കഴിക്കില്ല. പൊറോട്ട, ദോശ, ഇഡ്ഡലി അത് മതി. 2 സവോളയും കൂടി എടുത്ത് ഇനി നമ്മളിതൊക്കെ ഒന്ന് നേരാക്കട്ടെ. അപ്പോൾ കാഞ്ഞിരം പൊക്കോ. ഓക്കെ. അപ്പോൾ പോയി വരുമ്പോഴേക്ക് റെഡിയാവും കേട്ടോ. പിന്നെ കഴിക്കാൻ തോന്നി എപ്പോൾ കഴിക്കണം കേട്ടോ. അല്ലാതെ പിന്നെ മണ്ഡലമാസമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചിലരിക്കും. കുട്ടികൾക്ക് കഴിക്കാൻ തോന്നുമ്പോൾ നമ്മൾ വാങ്ങിക്കൊടുക്കുക, കഴിക്കുക. ബീഫ് കുക്കറിൽ 5 വിസിലായോ അമ്മ? വിസിൽ 3 വിസിലായിട്ടുള്ളൂ. 2 കൂടി എടുത്തിട്ട് ഇപ്പോൾ അമ്മൂസ് അമ്മമ്മ വീട്ടിലേക്ക് പോവുക. വൈകുന്നേരം വരുമോ ടാറ്റ. കാഞ്ഞിരം പോയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. പൊറോട്ട വാങ്ങിയിട്ടുണ്ട്. കാട്ട് തായ. പൊറോട്ട എപ്പോഴും നമ്മൾ കഴിക്കൊന്നുമില്ല കേട്ടോ. വല്ലപ്പോഴും മാസത്തിലൊരിക്കലൊക്കെ ഒന്ന് കഴിക്കണം കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. 6 വിസിൽ വന്നിട്ട് നമ്മൾ കുക്കർ ഇറക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം വെന്തോന്ന്. വെന്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഗ്രേവിയൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വഴറ്റിയിടാം. അപ്പോൾ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. തക്കാളി, പച്ചമുളകും കറിവേപ്പിലയും കൂടി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പൊറോട്ട എപ്പോഴും നമ്മൾ കഴിക്കില്ല, വല്ലപ്പോഴും ഉള്ളൂ കേട്ടോ. വല്ലപ്പോഴും കഴിക്കണതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കുട്ടികൾക്ക് കഴിക്കണം തോന്നുമ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും മുറിച്ചിട്ടിട്ടുണ്ട്. സവോളയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ചതയ്ക്കാനും ഇട്ടിട്ടുണ്ട് കേട്ടോ.
ഇത് നമ്മൾ അതൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോഴേക്ക് നമുക്കത് ചതച്ച് റെഡിയാവും. എണ്ണ ചൂടായി വരട്ടെ. എണ്ണ ഇതാ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. എണ്ണ നല്ല ചൂടായിട്ടുണ്ടേ. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ സപ്പോർട്ടും ചെയ്യണവർക്കൊക്കെ ഒരുപാട് നന്ദി. ഇനിയും ഇതേപോലെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ എന്താണ് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇടാം. പൊടിയുപ്പ് സവോള കൂടിയിട്ടൊന്നുമില്ലല്ലോ. വഴന്നൊക്കെ വരുമ്പോഴേ കറക്റ്റാവും. സവോള മുറിയാത്തൊരു സവോള അതിൻ്റെ ഇടയിൽപ്പെട്ടതാണ്. ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്. ഒന്നുമല്ല, ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 പച്ചമുളക് കേട്ടോ. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളെങ്ങനെയൊക്കെയാണോ ചിക്കനല്ല ബീഫ് കറി വയ്ക്കുക? ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ. ഞാൻ വെക്കുന്ന ഒരു രീതിയിലാണ് കേട്ടോ വെക്കുന്നത്. എനിക്കറിയുന്ന പോലെ. ഞാൻ ബീഫ് കറി എപ്പോഴും വെക്കാറില്ല. ഒരു വർഷത്തിൽ ഒരിക്കലൊക്കെയാണ് വാങ്ങിക്കുള്ളൂ. 1 കിലോ 2 പ്രാവശ്യമൊക്കെ വാങ്ങിക്കുള്ളൂ. അധികം ആർക്കും ഇഷ്ടമില്ലാത്ത കാരണം തന്നെ. അപ്പോൾ ഈ കറി ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇന്ന് സ്പെഷ്യലായിട്ടൊന്ന് വാങ്ങിയത്. അല്ലെങ്കിൽ വാങ്ങിക്കൊന്നുമില്ല കേട്ടോ. പ്രത്യേകിച്ച് ചിക്കനൊക്കെയാണ് വാങ്ങല്. മീനും ചിക്കനൊക്കെ വാങ്ങിയത്. രാവിലെ ഉണ്ടാക്കിയ ദോശയുണ്ട് എനിക്ക് കഴിക്കാൻ. അപ്പൂസിന് കഴിക്കാൻ പൊറോട്ടെ. രാവിലത്തെ ദോശ ഞാനത് കൂട്ടി കഴിച്ചോളാം. വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി അതിൽ ചെത്തിയിട്ടുണ്ട്. ബാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വിറകടുപ്പിലൊക്കെ വെക്കുക. വിറകടുപ്പിൽ വെക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മളിപ്പോൾ വേകാനുള്ള എളുപ്പത്തിനും നമ്മൾ ചതച്ചിരിക്കണ തക്കാളിയൊക്കെ ഒന്ന് വഴഞ്ഞു വരുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട്. ഇളക്കി നോക്കണം. നമുക്കിതിലേക്ക് ബീഫ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ കുക്കറിൽ വേവിച്ച് വെക്കുന്ന ബീഫ് കൂടി ഇട്ടിട്ട് ഇതൊന്ന് നന്നായി സെറ്റാക്കി എടുക്കാണ്ട്. ഇതാ കുറച്ച് ഗ്രേവി ഉണ്ട് കേട്ടോ. ഗ്രേവിയോട് കൂടി ഒരു ചിക്കൻ തന്നെ പറയാൻ വരുള്ളൂ. ചിക്കൻ കറി വെച്ചിട്ട് ബീഫ് കറിയാണ് കേട്ടോ. ഇതൊന്ന് ഒരു 10-20 മിനിറ്റ് ഒന്ന് നല്ല തിളച്ചൊന്ന് വെന്തെടുക്കാം. ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം അല്ലേ. ഈ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി കുറുകി വരണം കേട്ടോ. ഈ സവോളയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞിട്ട് ഒരു അരമണിക്കൂർ മതിയാവും. റെസ്റ്റിംഗ് ടൈം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കറി ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. കറി കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് കുറുക്കൊന്നുമില്ല. കുറച്ച് ഗ്രേവിയോടെ എന്തായാലും നമുക്ക് പൊറോട്ട എടുത്താലോ? ഓക്കെ.
സെറ്റ് കറിവേപ്പിലയും കൂടെ വെറുതെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതുകൊണ്ട് മോളെ കൂടെ നമ്മൾ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. എന്നാലും കൊതി വരുന്നുണ്ടോ? പൊറോട്ട എടുക്കാം കേട്ടോ. കൊച്ചിന് പൊറോട്ട നമ്മുടെ പൊറോട്ട. വെയിറ്റ് നമ്മുടെ ബീഫ് കറി ഗൈസ്. രണ്ടെണ്ണം വയ്ക്കട്ടെ? രണ്ടെണ്ണം മതി. കഷ്ണമൊക്കെ എടുത്തിട്ടേ. കഷ്ണം ഗ്രേവി മതി മതി മതി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ സപ്പോർട്ട്. ഓക്കെ, താങ്ക് യു.